അതിന് വ്യാപാരികൾ ഒരു കാലഘട്ടത്തിൽ എതിരായിരുന്നു. ഇപ്പോൾ വ്യാപാരികൾ തന്നെ അവിടെ ഈ ഒരു അങ്കമാലി മുനിസിപ്പാലിറ്റിയിലേക്കും ആയിരക്കണക്കിന് ആളുകൾക്ക് വളരെയധികം പോകാനുള്ള വഴിയുടെ ഒരടി സ്ഥലം, മർച്ചൻസിൻ്റെ സ്ഥലം, ഒരടി സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഗതാഗത കുരുക്കിന് പരിഹരിക്കാൻ പറ്റും. ഓട്ടോറിക്ഷ, കാറുകളൊക്കെ കയറി വരും. അപ്പോൾ അവിടെ ഇതേവരെ ഒരടി സ്ഥലമെടുത്ത് ആ റോഡിന് വീതി കൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ റീതാപ്പൂള് ചെയർമാനായി വന്നിട്ടുണ്ട്. അവരുടെ ഫാദറിൻ്റെ പേരാണ് ആ റോഡിന് വെച്ചേക്കുന്നത്. ആ ഫലകം പോലും നമുക്ക് വായിക്കാൻ പറ്റില്ല, സൈറ്റിലാണ്. അത് ഒരടി വെച്ച് കാണാവുന്ന രീതിയിൽ ആ ഫലകം വെച്ച് ഒരു മാതൃക കാണിച്ചു കൊടുക്കണം ഗതാഗതക്കുരുക്ക്. അങ്കമാലി ഗതാഗതക്കുരുക്ക് കൊണ്ട് നമുക്ക് പോകാൻ വഴിയില്ല. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സീമാസിൻ്റെ ബാക്കിക്കോടെ വഴി അങ്കമാലി സ്റ്റാൻഡിലേക്ക് വളരെ എളുപ്പത്തിലെത്തും. ആളുകൾക്ക് പോകാം, കാറ് പോകാം, ബൈക്ക് പോകാം. അതാണ് ഇവിടെ ആദ്യം ഗതാഗതക്കുരുക്കിന് ചെറിയൊരു പരിഹാരം ചെയ്യണം. അതിന് MLA യോ മുനിസിപ്പൽ ചെയർപേഴ്സണൊക്കെ മുൻകൈ എടുത്ത് അവിടെ ഒരടി സ്ഥലമെടുത്ത് വീതി കൂട്ടണമെന്നാണ് ഇവിടെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് സ്ഥാനാർത്ഥികളുടെ ഇതുപോലെ ഇരിക്കും. ശക്തമായ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഈ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ വരുന്ന നേതാവിൻ്റെ പോലെ ഇരിക്കും. നമ്മൾ ജയന്തൊക്കെ വരുന്ന സ്ഥാനാർത്ഥികളുടെ പോലെ. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. വരുന്ന സ്ഥാനാർത്ഥികളുടെ പോലെ ഇരിക്കും. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ശബരിമല